ഹായ്, ഹലോ, നമസ്തേ. കുക്കി ആസ്ട്രോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ രാജ്, താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഒരു ആസ്ട്രോളജറും അവരുടെ ഒരു റൊട്ടീൻ ലൈഫില് ഒരുപാട് ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് അല്ലെ? പ്രാക്ടീസിങ് ആസ്ട്രോളജർക്ക് പ്രത്യേക ഒരു ലൈഫ് സ്റ്റൈല് ചിട്ടകൾ പാലിക്കേണ്ടതുണ്ടോ? ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ജ്യോതിഷം നോക്കാൻ പോകുന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു. എന്റെ ഉത്തരം എന്ന് പറയുന്നത്, ആക്ച്വലി നമ്മുടെയൊക്കെ അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാർക്കും ഒക്കെ ഒത്തിരി ജ്യോതിഷത്തെക്കുറിച്ച് അല്ലാണ്ട് തന്നെ അവർക്കൊരു ബേസിക് അറിവുണ്ട്. അത് വാസ്തുവിലാണെങ്കിലും ജ്യോതിഷത്തിലാണെങ്കിലും ഒക്കെ. പക്ഷെ ഇന്നുള്ള തലമുറയ്ക്ക് ആ ഒരു അറിവില്ല. അപ്പൊ അവരൊരു ജ്യോതിഷത്തിന് എടുത്തു പോകുമ്പോൾ ഈ ജ്യോതിഷൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. അപ്പൊ അവരൊരു ജസ്റ്റ് പോയി ഒരു പ്രശ്നം പറഞ്ഞു, അല്ലെങ്കിൽ അവരവരുടെ ഒന്ന് ജ്യോതിഷം നോക്കാൻ പോയി. അപ്പൊ ഈ വരുന്ന ആൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ മാത്രമാണ് ജ്യോതിഷന്റെ അടുത്ത് പോകുന്നത്. സോ ഇതേപോലെ തന്നെ ഒരു ജ്യോതിഷനും ഒരു ജ്യോത്സ്യനാവുന്നത് അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കേതു ശനി ഇതിന്റെയൊക്കെ ഒരു എഫക്ട് ജീവിതത്തിൽ വരുമ്പോൾ മാത്രമാണ് ഒരാൾ ശരിക്കും ജ്യോത്സ്യനാവുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഒരു ജ്യോത്സ്യൻ ചെയ്യേണ്ട ഒരാള്, അദ്ദേഹം ഇതൊരു കൊള്ളാം, ജ്യോത്സ്യത്തിൽ ഒത്തിരി പൈസയുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ഇരുന്ന് എനിക്ക് ജസ്റ്റ് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതായിരിക്കും ഫിസിക്കലായിട്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതാ എളുപ്പമുള്ള ഒരു ജോലി, ഇങ്ങനെയൊക്കെ ഓർത്ത് വരുന്ന ആൾക്ക് ഒരിക്കലും ജ്യോത്സ്യനാവാൻ പറ്റത്തില്ല. ഒരു ജ്യോത്സ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ബ്ലെസ്സിങ് വേണം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഏതൊരു സയൻസും, ഈ പറഞ്ഞ ഹീലിംഗ് അല്ലെങ്കിൽ സ്പിരിച്വൽ ബേസ് ചെയ്തിട്ടുള്ള ഏത് സയൻസും ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു സ്പിരിച്വൽ ഒരു ബ്ലെസ്സിങ്, ഒരു ഡിവൈൻ ബ്ലെസ്സിങ് വേണം. അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഒരു ദശാ പീരീഡ് ഉണ്ടാവും. അത് ശനി കേതുവിന്റെ ഒക്കെ ഒരു പീരീഡിലായിരിക്കും മിക്കവാറും ഇത് സംഭവിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഘട്ടങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴായിരിക്കും ഇത് വരുന്നത്. ചിലവരിപ്പോ ജന്മനാ ജനിക്കുന്ന ഒരു വീട്ടില് ചിലപ്പോൾ അത് അവരുടെ അച്ഛനോ അമ്മമാരോ ഒക്കെ ജ്യോത്സ്യന്മാരാവാം, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അച്ഛനൊക്കെ ജ്യോത്സ്യന്മാരായിട്ടുള്ളവർ അത് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലെസ്സിങ്ങിലൂടെ ജനിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ജ്യോത്സ്യനാവാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ജ്യോത്സ്യന്റെ ലൈഫും അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മദ്യപാനം അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന ഇതൊക്കെ ഒരു ജ്യോത്സ്യൻ ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ല സിഗരറ്റ് വലി, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു 10,000-കണക്കിന് ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഒക്കെ എഴുതി വെച്ചേക്കണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒത്തിരി നോളജ് ഉണ്ട്. ഈ നോളജിനെ നമുക്ക് ഡീകോഡ് ചെയ്യും. ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഡീകോഡ് ചെയ്ത് 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സോ ഒക്കെ ആയിരിക്കും ഇരിക്കണേ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് അവർക്ക് അതിൻ്റെതായ കറക്റ്റ് പോയിന്റ്സ് കൊടുക്കണമെങ്കിൽ ഇതെല്ലാം നമുക്ക് അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം. അപ്പൊ അത് വരാനൊക്കെ നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു ജ്യോത്സ്യനും കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് യോഗ. മെയിനായിട്ട് സൂര്യ നമസ്കാരം, നമ്മുടെ അതിനകത്ത് 12 ആസനയുണ്ട്, അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, പിന്നെ പ്രാണായാമം. ഇതൊക്കെ ഫോളോ ചെയ്യുന്നതും പിന്നെ ഒരു സാത്വിക് ലൈഫ് ഫോളോ ചെയ്യുക എന്നുള്ളതൊക്കെ, കാരണം നമ്മുടെ മനസ്സ് എത്രമാത്രം ഡിറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു സെറ്റിൽ മൈൻഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അല്ലെ നമ്മളിപ്പോ ഒരു രജസിക്കോ തമസിക്കോ ഗുണമുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്ക് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഇപ്പൊ ഈ ജ്യോത്സ്യം നോക്കാൻ പോകുന്നവരും അറിഞ്ഞിരിക്കണം ഇത് ആരുടെ അടുത്താണ് പോകുന്നത്. പണ്ടൊക്കെ ഒരു കൺസെപ്റ്റ് എന്ന് വായിച്ചു കഴിഞ്ഞപ്പോ നമുക്കൊരു പൂജ ചെയ്യുന്ന ഒരു വ്യക്തികൾ എല്ലാവരും വിചാരിക്കും അദ്ദേഹത്തിന് ജ്യോത്സ്യവും വാസ്തുവും ഒക്കെ അറിയാം, അല്ലെങ്കിൽ ചില കമ്മ്യൂണിറ്റിയുടെ ഒരു വാൽപ്പേരുണ്ടെങ്കിൽ അതൊക്കെയാണ്. പക്ഷെ ഇതങ്ങനെ ഒരു മതത്തിനോ ജാതിക്കോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സയൻസ് അല്ല. ഇത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ പറയുന്നത് ശിവപാർവതി കോൺവെർസേഷനിൽ കൂടെ, സൂര്യ ഭഗവാനിൽ കൂടെ, ഹനുമാനിൽ കൂടെ, അതുപോലെ ഈ മനുഷ്യരാശിക്ക് വേണ്ടി മൊത്തമായിട്ട് ഉള്ള ഇതിലാണിത്. അപ്പൊ അതാണ്ട് ഇതൊരു ജാതിയോ മതത്തിനു വേണ്ടി മാത്രമല്ല, ഇത് വേൾഡ് വൈഡ്, ഇപ്പൊ വേൾഡ് വൈഡ് ആൾക്കാർ ഈ അസ്ട്രോളജി പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഇതിനകത്തെ കുറിച്ച് ഒത്തിരി അറിവ് നേടുന്നുണ്ട്. അപ്പൊ എന്റെ തന്നെ ഒത്തിരി ക്ലയൻസ്, എനിക്ക് കൂടുതലും ഈവൻ പാകിസ്ഥാനിൽ നിന്ന് വരെ എനിക്ക് ക്ലയൻസ് ഉണ്ട്, അമേരിക്ക, ഓസ്ട്രേലിയ, ജർമ്മനി. സോ ഇതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇതിന്റെ ഒരു ശക്തി എന്നുള്ളത്. പക്ഷെ ഇത് നമുക്ക് കറക്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും കൂടെ ജ്യോത്സ്യനും കേപ്പബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വെറുതെ ഒരു ബിസിനസ് പോലെ കണക്കാക്കുന്നവരുടെ അടുത്ത് ഒരിക്കലും പോയിട്ട് അവര് ചെയ്യുന്നത് വളരെ വലിയൊരു ബാഡ് കർമ്മയാണ്. നമ്മൾ പോകുന്നവർക്ക് ഇതിനോട് വീണ്ടും വെറുപ്പും
അല്ലെങ്കിൽ വിദ്വേഷമൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് കഴിയുമ്പോൾ അവർ പറയും ഞാൻ ജോത്സ്യനെ എടുത്ത് പൈസ കളഞ്ഞു, ലക്ഷങ്ങൾ കളഞ്ഞു. ശരിക്കും പറഞ്ഞ ഒരു റെമഡി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആയിരക്കണക്കിന് സൊല്യൂഷൻ ഉണ്ട്. ആൾക്കാർ പലരും വിചാരിക്കണ കാശ് കൊടുത്തിട്ട് റെമഡി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിലും അങ്ങനെയൊക്കെയാണ് വിചാരിക്കണത്. നമ്മുടെ ഓറ, ഈ ചെയ്യുന്ന വ്യക്തികളുടെ ഒക്കെ ഓറ കറക്റ്റ് ആയില്ലെങ്കിൽ ഈ പറഞ്ഞ റെമഡീസ് ഒന്നും വർക്കാവത്തില്ല. അതിനി 1 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ മുടക്കിയാൽ പോലും ഇതിൽ നമുക്ക് ഒരു റെമഡി ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നതല്ല. സോ എല്ലാവരും അവരുടെ ലൈഫിൽ ബേസിക് ആയിട്ട് അവരുടെ ഓറ ക്ലീൻ ചെയ്താൽ മാത്രമേ ഇതൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. ഓറ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പോസിറ്റിവിറ്റി വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീലിംഗ് തന്നെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റണം. ഇതാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു മിഷനിലൂടെ മെയിൻ ആയിട്ട് കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരിക എന്നുള്ളതല്ല. ആൾക്കാർ മാക്സിമം ഡോക്ടേഴ്സിന്റെ അടുത്തും അസ്ട്രോളജേഴ്സിന്റെ അടുത്തും പോവാണ്ട്, മീൻസ് ഓക്കെ ഒരു ബേസിക്കലി ഒരു പ്രാവശ്യം പോയി ഒരു കാര്യം പറഞ്ഞു കിട്ടി മനസ്സിലാക്കി. നമുക്ക് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഇതാണ്, കുട്ടിക്കാലത്ത് തന്നെ ജ്യോതിഷം എഴുതും, അപ്പൊ പിന്നെ ജീവിതകാലം മൊത്തം അവർ അത് ഫോളോ ചെയ്യുമായിരുന്നു. അല്ലാണ്ട് ഡെയിലി അല്ല മാസങ്ങളോ എപ്പോഴും ജ്യോതിഷന്റെ അടുത്ത് പോകുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോകേണ്ട ആവശ്യം പോലും വരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് ഡെയിലി സംശയമാണ്, ഞാൻ ഇത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തെറ്റായിട്ടുള്ള അവയർനെസ് ഇത് മാറ്റി നല്ലൊരു അവയർനെസ് ജനങ്ങളിലോട്ട് കൊടുക്കുക. അതുപോലത്തെ ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷനെ ഇതിനകത്തായിട്ട് കൂടുതൽ അടുപ്പിക്കുക. അവർ ഈ നോളജ് എടുക്കുക. അവർ തന്നെ അവരുടെ അസ്ട്രോളജി ഇപ്പൊ ഒത്തിരി ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു ജോത്സ്യന്റെ അടുത്ത് പോകാണ്ട് തന്നെ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷെ അവർക്ക് ബേസിക് അറിയാൻ പറ്റണം. അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റണം. ഞാൻ എന്താണ് നോക്കണ്ടേ, ഞാൻ ഇപ്പൊ മാരേജിന് വേണ്ടി ഏത് പ്ലാനറ്റിനെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏത് പ്ലാനറ്റിനെയാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ ദശേനെ കുറിച്ച് അറിയണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോ ചെയ്യുന്നു. ആൾക്കാർ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വീഡിയോ ചെയ്യുന്ന പലരും ഉണ്ട്. പക്ഷെ 1-2 വീഡിയോ ഒക്കെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. അവരെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പഠിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഒരു എഴുത്തിക്കൊണ്ട് വന്നിട്ട് അത് മാത്രം പറഞ്ഞിട്ട് അവരങ്ങ് പോവുക, ഒത്തിരി അങ്ങ് വൈറലാക്കുക, പബ്ലിസിറ്റി ചെയ്യുക. പക്ഷെ അതുകൊണ്ടല്ലേ ഈ പറഞ്ഞ സയൻസുകളൊക്കെ ഇതൊരു ആയിരക്കണക്കിന് വീഡിയോ ചെയ്താൽ പോലും തീരാത്തത്ര നോളജ് ഉണ്ട്. അപ്പൊ ഇത്രയും നോളജ് ഇതിനോട് താല്പര്യമുള്ളവർ പല രീതിയിലുണ്ടാവും. ചിലവർക്ക് അവരുടെ കാര്യങ്ങൾ അറിയാൻ, ചിലവർക്ക് ഇതിന്റെ സയൻസ് അറിയാൻ, നോളജ് അറിയാൻ വേണ്ടി താല്പര്യം ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈ ചാനലിലൂടെ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചർച്ചയില് നമുക്ക് നല്ലൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു ജ്യോത്സ്യൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു അവയർനെസ് ഉണ്ടായേ മതിയാവുള്ളൂ. കാര്യം എന്നാലേ നമുക്ക് അവരുടെ അടുത്തുനിന്ന് കിട്ടുന്ന പ്രശ്ന പരിഹാരങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അതിനുള്ള ഒരു റിഡ്രസൽ ഉണ്ടാകുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരു ഹോളിസ്റ്റിക് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ ആവണം ഒരു അസ്ട്രോളജർ. ഈ അവയർനെസ് നമുക്ക് ഉണ്ടാകുകയും വേണം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ സംശയ നിവാരണങ്ങൾക്കും നിങ്ങളുടെ കൺസൾട്ടേഷനും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഡോക്ടർ രാജിന്റെ സേവനങ്ങൾ ലഭ്യമാണ് ഓൺലൈനായിട്ട്. അപ്പോൾ നമ്മളോട് കണക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ് 7012176219 7012176219. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ കാണുന്നത് വരെ സൈനിങ് ഓഫ് നൗ, യുവർ ഫ്രണ്ട് ഗുർദീപ് കൗർ. താങ്ക് യു.